ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് ചാറിനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മഴ പെയ്യുന്നിട്ട് മുന്നേ നമുക്ക് വേഗം വീഡിയോ എടുക്കണം. നമ്മളുടെ ഇവിടെ വളപ്പിലൊക്കെ ഇപ്പം മഴയൊക്കെ ആയപ്പോൾ നമ്മുടെ വേലിമേലൊക്കെ ഇങ്ങനെ ചൊറിയെണ്ണം കുറേ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചൊറിയെണ്ണം വെച്ചിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. ചൊറിയെണ്ണൻ തൊട്ടാൽ ചൊറിയുന്ന നമ്മുടെ ചൊറിയണൻ ഉപയോഗിച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇത്ര സൂപ്പറാണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല. ഇപ്പോഴത്തെ തലമുറയിൽ പ്രത്യേകിച്ച് ചൊറിയണൻ എന്താണെന്ന് പോലും അറിയില്ല. നമ്മളുടെയൊക്കെ വളപ്പിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ മുളച്ച് വരുമ്പോൾ നമ്മളിത് വലിച്ച് കളയുമ്പോൾ ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ എന്തായാലും നല്ല ചൊറിച്ചിലായിരിക്കില്ല. നമുക്കിതിനെ കാണുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ഇഷ്ടമല്ല ചൊറിയണ കാരണം. പക്ഷേ തോരൻ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് എത്ര അടിപൊളിയാണെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. മഴ വരുന്നുണ്ട്, പക്ഷെ നമുക്കതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സംഭവം തൊട്ടാൽ ചൊറിയെങ്കിലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പക്ഷെ നമുക്കിത് മുറിച്ചെടുക്കുമ്പോൾ ഇത്തിരി ചൊറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മളതിനെ നമ്മുടെ കയ്യിൽ അതിങ്ങനെ മുട്ടിയാൽ മാത്രമാണ് ചൊറിയുള്ളൂ കേട്ടോ. നമുക്ക് ഇത്രയും ചൊറിയെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് തോരൻ വെക്കാം അല്ലേ. എൻ്റെ കൈ ചൊറിയണമൊന്നുമില്ല കേട്ടോ. ഞാനിതിൻ്റെ ഇലയമേലൊന്നും തൊടാൻ പോയിട്ടില്ല. അത് കാരണം എൻ്റെ കൈ ചൊറിയണില്ല. നമ്മൾ ആ തണ്ടിൻ്റെ അവിടെ മാത്രം പിടിച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചൊറിയൊന്നും ഇല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അത്ര പേടിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു കയ്യിൽ കയ്യൊറയോ ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറൊക്കെ ഇട്ടിട്ട് വെട്ടിയെടുത്താലും മതി കേട്ടോ. ചൊറിയൊന്നുമില്ല. ഇത് കൊണ്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അല്ലേ. നമുക്കിനി ഇതിൻ്റെ ഇല മാത്രം ഇങ്ങനെ കിള്ളിയെടുക്കാം കേട്ടോ. കേടൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണിട്ട് എടുക്കാനായിട്ട്. ഇല മാത്രം എടുക്കാം. നന്നായി കഴുകി അതിൻ്റെ ആ മുള്ളുണ്ടല്ലോ, ഇലയിലൊരു ചെറിയ നാര് പോലത്തെ പൊടി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് നമ്മൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇല കിള്ളിയെടുക്കാം. കേടൊക്കെ ഉണ്ടെങ്കിൽ കളയണം കേട്ടോ. പുഴുക്കേടൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ വളപ്പുകളിലൊക്കെ ഇത് നിറച്ചുണ്ടാവണ സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ട ഇലകളൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല ഇലകൾ മാത്രം എടുത്തിട്ട് നമുക്ക് ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടേ നമുക്ക് തോരൻ വയ്ക്കാം. അപ്പം നമ്മുടെ ചൊറിയണൻ്റെ ഇലയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചീരയുടെ ഇലയൊക്കെ അരിഞ്ഞെടുക്കണ പോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാണ്ടാണ് ഈ ഇലയൊക്കെ തൊടുന്നതും. ഒരു കുഴപ്പമില്ല കേട്ടോ. ചൊറിയണമൊന്നുമില്ല എനിക്ക് ചൊറിഞ്ഞൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അത്ര പേടിയുണ്ടെന്ന് തോന്നുകയാണ്, ചൊറിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഇപ്പോൾ ഗ്ലൗസ് ഒന്നും ഇല്ലെങ്കിലും ഒരു കവർ 2 കവർ നമ്മുടെ കയ്യിലിട്ടിട്ട് നമുക്കിത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാനിപ്പോൾ നമ്മളുടെയൊക്കെ ചേനയൊക്കെ നന്നാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചൊറിയില്ലേ, നമുക്കത് കഴുകുമ്പോഴൊക്കെ അത്ര പോലും ചൊറിച്ചിൽ എനിക്ക് തോന്നിയില്ല കേട്ടോ ഇത് തൊട്ടപ്പോൾ. നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ മറ്റുള്ള ചീരയും മറ്റുള്ള ഇലകളൊക്കെ പോയി ഓടിച്ചെന്ന് പിടിച്ച് മുറിക്കണ പോലെ ഓടിച്ചെന്ന് മുറിക്കുകയൊന്നും വേണ്ട. നമ്മൾ പതിയെ ചെന്ന് അതിൻ്റെ തണ്ടിൻ്റെ അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ തണ്ടുമ്മ പിടിച്ച് കൊണ്ടുവന്ന് നമ്മൾ കഴുകിയതിന് ശേഷം ഓരോ ഇലകളായിട്ട് കിള്ളി എടുത്തു കഴിഞ്ഞാൽ ചൊറിയേ ഇല്ല കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപ്പേരി വെച്ച് കൂട്ടാം. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലച്ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ കർക്കിടക മാസത്തിൽ 10 ഇലകൾ വെച്ചിട്ട് തോരൻ വെച്ച് കൂട്ടാറൊക്കെ ഇല്ലേ, അതിൽ കൂട്ടാറുള്ള ഒരു ഇലയാണ് കേട്ടോ ഇത്.
ചൊറിയണന് അന്നും പറഞ്ഞ് നമ്മൾ ഈ ഇലേനെ അങ്ങനെ തള്ളിക്കളയൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള വിറ്റാമിനുകളുള്ള ഒരു ഇലയാണ് കേട്ടോ ഇത്. നമ്മളുടെ പണ്ട് കാലങ്ങളിലുള്ള ആളുകളൊക്കെ ഇത് ഉപയോഗിച്ച് തോരനൊക്കെ വെച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പം ഉള്ള ആളുകൾക്ക് ഇതൊന്നും വെക്കാനൊന്നും സമയമില്ലാത്ത കാരണം നമ്മൾ കിട്ടിയതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ പറയും, ഓ ഇത് ചൊറിയണനല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ ഇതങ്ങനെ ചൊറിയണനാണെന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതിന് ചൊറിയണമെന്നാണോ പറയുക? ഞങ്ങളുടെ അവിടെ തുമ്പാന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഇതിന് എന്താ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം കൂട്ടാൻ വെച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് രണ്ടാമതൊരു പ്രാവശ്യം കൂടെ പിടിച്ചത് കേട്ടോ. എന്തായാലും നമ്മളുടെ ചീരത്തോരനൊക്കെ മാറി നിൽക്കണം, അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം നമുക്ക് ചീരത്തോരൻ വെക്കണ പോലെ തന്നെ ഇതും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് നാളികേരം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നാളികേരം, പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചൊറിയണൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് ഒതുക്കി വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം കൂടെ അതിൽ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരമൊന്നും നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മളുടെ തോരൻ റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളതൊന്ന് തുറന്നതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ തോരൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. വളരെ സിമ്പിളാണ്. നാളികേരം ഒന്നും ഒതുക്കി ചേർക്കാതെ നമുക്ക് വെറുതെ ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് ഈ ഇല അതിലേക്ക് അരിഞ്ഞതും കൂടി ഇട്ട് കുറച്ച് നാളികേരം വെറുതെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ ഇത്. സൂപ്പർ തന്നെയാണ് കേട്ടോ കഴിക്കാൻ. നമ്മളുടെ ചീരയുടെ ഇലേനേക്കാളും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോഴേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ഇതിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ ഊണിന് നമുക്ക് കോവയ്ക്ക തോരനും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിക്കുകയാണ്. ഉള്ളി മൂപ്പിച്ചതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ തോരൻ റെഡിയായിട്ട് കിട്ടും. കോവയ്ക്ക തോരൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കോവയ്ക്ക തോരൻ്റെ റെസിപ്പിയും നമ്മുടെ ചൊറിയണ്ണൻ്റെ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഊണ് വിളമ്പാം അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണിന് നല്ല ചൂട് ചോറുണ്ട്, പിന്നെ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള ഇലത്തോരനുണ്ട്, പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട്, പിന്നെ ചിക്കൻ വറുത്തതുണ്ട്, പപ്പടമുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.